തീരും കഷ്ടമി മണ്ണിലേ. അങ്ങനെ ആലോചിച്ച് ചത്താ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്നവര് അതിന് ഏറ്റവും നല്ല മാർഗം എന്തോ? കയറാന്നോ വരുന്നോ അതാന്നോ? ഇത് ജീവിക്കുന്നവരുണ്ട്. ജീവിതം നരകമം. ഇന്ന് സഞ്ചാരി ഞാൻ മോക്ഷയാത്രയാണിത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത്, കാഴ്ചയാലെയല്ല. താഴ്ചകൾ വന്നിടും വേളയിൽ മതി. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വീഴ്ചകൾ താഴ്ചകൾ എന്തു വരുമ്പോഴും ആര് താങ്ങും? ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ യാത്ര എങ്ങനെ നടത്തണം? തീർത്ഥാടനമായിട്ട് നടത്തണം. ആ തീർത്ഥാടനം ആരുടെ പുറകെ പോകണം? വല്ലവന്റെയും പുറകെ പോരുത്. സിനിമ നടന്മാരുടെ പുറകെ പോരുത്. ക്രിക്കറ്റ് കളിക്കാരുടെ പുറകെ പോകരുത്. വല്ല അടകുടനെ കൂടെ പോരുത്. പിന്നെ ആരുടെ കൂടെ പോകണം? കുരിശിന്റെ പുറകെ പോകണം. ഇതിനെ നോക്കിയുള്ള യാത്ര, കാൽവരിയിലേക്ക് നോക്കിയുള്ള യാത്രയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. തിരുനാൾ കഴിഞ്ഞ് നാം തിരിച്ചു പോകുമ്പോൾ നാം നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, എനിക്ക് എന്ത് കിട്ടി? യോഹന്നാൻ 21 കടൽ തീരത്ത് വന്ന് ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ച ശിഷ്യന്മാരോട് ചോദിക്കുന്ന ചോദ്യമാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഈ കഴിഞ്ഞ 3-4 ദിവസം ധ്യാനപ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലേ? ഉണ്ടായിരുന്നു. പിന്നെ ഭക്തിനിർഭരമായ റാസ നടത്തുവാനായിട്ട് പോകുകയാണ്. കഴിഞ്ഞ നാളെ ആഘോഷമായ വിശുദ്ധ കുർബാനയോടുകൂടി ഇത് തീരും. നമ്മൾ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണ്, എനിക്ക് ഈ പെരുന്നാൾ വഴി എന്ത് കിട്ടി? അല്ല, ഞാൻ എന്തായി തീരുവാൻ എനിക്ക് സാധിച്ചു? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ എന്തിനാ പെരുന്നാൾ നടത്തുന്നത് എന്ന് മനസ്സിലാക്കണം. ആണ്ടുവട്ടത്തിലെ ഒരു പരിപാടിയല്ല പെരുന്നാള്. ആണ്ടുവട്ടത്തിലെ ഒരാഘോഷമല്ല പെരുന്നാള്. ആണ്ടുവട്ടത്തിലെ ഒരാചാരമല്ല പെരുന്നാള്. അപ്പൊ പിന്നെ പെരുന്നാൾ എന്താണ്? പെരുന്നാള് നാമും സ്വർഗവുമായിട്ടുള്ള ബന്ധം അളക്കാനുള്ള സമയമാണ്. കഴിഞ്ഞ പെരുന്നാൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കഴിഞ്ഞ പെരുന്നാൾ മുതൽ ഈ പെരുന്നാൾ വരെയുള്ള ഈ 365 ദിവസങ്ങളിൽ എത്രമാത്രം കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചമായി ജീവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു? നിങ്ങളുടെ ചിന്തകൾ മെച്ചമായിരുന്നോ? നിങ്ങളുടെ വാക്കുകൾ മെച്ചമായിരുന്നോ? നിങ്ങളുടെ ജീവിതം മെച്ചമായിരുന്നോ? നിങ്ങൾക്ക് കുറെ കൂടി ഒരു നല്ല മനുഷ്യനായി തീരാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കുറെ കൂടി നല്ല ഒരു ക്രിസ്ത്യാനിയാകാൻ സാധിച്ചിട്ടുണ്ടോ? കുറെ കൂടി നല്ലൊരു കത്തോലിക്കനാകാൻ സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരു നല്ല ഭാര്യയാകുവാൻ, നല്ലൊരു ഭർത്താവാകുവാൻ, നല്ലൊരു മകനാകുവാൻ, നല്ലൊരു മകളാകുവാൻ, നല്ലൊരു മരുമോളാകാൻ, അല്ലെ മരുമകനാകാൻ സാധിച്ചിട്ടുണ്ടോ? ഓരോ ദിവസവും കഴിയുമ്പോഴും പണ്ട് നമ്മൾ കണക്ക് പഠിക്കുമ്പം ഗ്രാഫ് വരയ്ക്കുമായിരുന്നു. വരച്ചിട്ടുള്ളവരുടെ കൈവെക്കാമോ? ഗ്രാഫ്. നിങ്ങളൊക്കെ ഗ്രാഫ് വരച്ചിട്ടുണ്ടോ? ഇപ്പോഴും അതൊക്കെ ഉണ്ടോ? ഉണ്ട്. പണ്ട് നമ്മളെ ഓൾജിബ്ര പഠിപ്പിക്കുന്നത്. എന്തിനാ ഓൾജിബ്ര പഠിപ്പിച്ചെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. തല്ലിപ്പഴിപ്പിച്ച് ആൾജിബ്ര പഠിപ്പിച്ചു. A+B² എന്തിനാ പഠിപ്പിച്ച? ആ ജീവിതത്തിൽ ഇന്നുവരെ ഓൾജിബ്ര ഞാൻ ഉപയോഗിച്ചില്ല. പക്ഷേ ഈ ഗ്രാഫ് അതുപോലെയല്ല. ജീവിതത്തിന്റെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. ജീവിത വിശുദ്ധിയുടെ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണം. നമ്മൾ മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ്. ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ 3 ദിവസത്തെ ധ്യാനം കഴിഞ്ഞു. ഈ ധ്യാനം കേട്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ചലനം ഉണ്ടായില്ലെങ്കിൽ, ഒരു മാറ്റം ഉണ്ടായില്ലെങ്കിൽ, ഒരു പുതിയ മനുഷ്യനാകാനുള്ള തീരുമാനം ഉണ്ടായില്ലെങ്കിൽ വെറുതെ ആച്ചമാർ വന്ന് 3 ദിവസം കഷ്ടപ്പെട്ടതില്ലയോ? പണം മുടക്കി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുടക്കി ഭയങ്കരമായ റാസ നടത്താൻ പോവുകയാണ്. അപ്പൊ എന്തിനാ റാസ നടത്തുന്നത്? എന്താണ് റാസ?
അതാണ് നമ്മുടെ വിഷയം. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതം ഒരു യാത്രയാണ്. എവിടെ നിന്ന് ആരംഭിച്ചു? സ്വർഗത്തിൽ നിന്നും ആരംഭിച്ചു. എവിടേക്ക് തിരിച്ചു പോകണം? സ്വർഗത്തിലേക്ക് തിരിച്ചു പോകണം. അതാണ് യാത്ര. ഈ യാത്രക്ക് ചിലർക്ക് കൂടുതൽ സമയം കിട്ടും, ചിലർക്ക് വളരെ കുറച്ച് സമയം കിട്ടും. ഇന്ന് 12 മണിക്ക് കൊട്ടാരക്കര അടുത്തൊരു കൊച്ചു കുഞ്ഞിന്റെ അടക്കം ഉണ്ടായിരുന്നു. 2.5 വയസ്സേ ഉള്ളൂ. 1 വർഷക്കാലം മുഴുവൻ അവൻ ആശുപത്രിയിലായിരുന്നു. അവൻ മരിച്ചു. ഓർത്തഡോക്സിന്റെ കാതോലിക്ക ബാബ തിരുമനസിൽ നിന്ന് അവനെ അടക്കി. അതാ പറഞ്ഞു, ഞാൻ അവനെ അടക്കുന്നതെന്ന് പറഞ്ഞു. ഒരു കുഞ്ഞു മാലാഖ. അവന് കിട്ടിയ വെറും 2.5 വർഷമാണ്. പക്ഷെ ആ 2.5 വർഷം അനുഗ്രഹീത വർഷങ്ങളായിരുന്നു, ദിവ്യമായ വർഷങ്ങളായിരുന്നു. അപ്പൊ നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത് ചിലപ്പോൾ 90 വയസ്സ് വരെ കിട്ടും, ചിലർക്ക് 80 വയസ്സ് വരെ കിട്ടും, ചിലപ്പോൾ 60 വയസ്സ് വരെ കിട്ടും, അല്ലേ? പക്ഷെ ഈ യാത്ര നിങ്ങൾ എങ്ങനെ നടത്തി? 3 തരം യാത്രയുണ്ട്. ഒന്ന് ഉല്ലാസയാത്ര, അടിച്ചു പൊളിച്ച് ജീവിക്കണം, അല്ലേ? ചിലർ അങ്ങനെയാണ്, അടിച്ചു പൊളിച്ച് നടക്കുമ്പോഴും അങ്ങനെ നടക്കുന്നത്, പാടുമ്പോഴും അങ്ങനെ നടക്കുന്നത്, കിടക്കുമ്പോഴും അങ്ങനെ, അല്ലേ? നമ്മൾ അങ്ങനെയല്ലയോ? ഇതിനകത്ത് 2 ചെവിയിൽ കൂത്തറാണ്ടം വെക്കും, 2 സാധനം വെച്ചിട്ട് വേറെ ആരെയും കാണത്തുമില്ല, വേറെ ആരെയും കേൾക്കത്തുമില്ല, വേറെ അറിയാൻ വേണ്ട, വേറെ ഒന്നും അറിയാൻ വേണ്ട. അതിങ്ങനെ ഇങ്ങനെ 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 നടന്നു പോകണം. അതൊരു ഉല്ലാസയാത്രയാണ്. പക്ഷെ ഉല്ലാസയാത്രയുടെ അവസാനം മിക്കവാറും ഇവിടെ ഇടിച്ച് തകർന്ന് തരിപ്പണ പോകും. ഉല്ലാസയാത്ര പലപ്പോഴും തകർന്ന് തരിപ്പണമായി പോകും. നിങ്ങൾ ജീവിതത്തിൽ ഉല്ലാസയാത്ര നടത്തിയവരുടെയൊക്കെ ജീവിതം പരിശോധിച്ച് നോക്കിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഉല്ലാസയാത്ര നടത്തിയ ഒരാളാണ് മൈക്കിൾ ജാക്സൺ. കേട്ടിട്ടുണ്ടോ? മൈക്കിൾ ജാക്സനെ കേട്ടിട്ടുണ്ടോ? മൈക്കിൾ ജാക്സൺ, അദ്ദേഹത്തിന്റെ കൂടെ 9 ഡോക്ടേഴ്സ് എപ്പോഴും ഉണ്ടായിരുന്നു. 9 ഡോക്ടേഴ്സ്. ഹാർട്ടിന്റെ ഡോക്ടർ, ലിവറിന്റെ ഡോക്ടർ, കിഡ്നിയുടെ ഡോക്ടർ, എല്ലിന്റെ ഡോക്ടർ, എന്ത് സംഭവിച്ചാലും ചികിത്സിക്കാൻ. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഒരു 100 വയസ്സ് വരെ ജീവിക്കണമായിരുന്നു. പക്ഷെ അദ്ദേഹം 45 വയസ്സ് പോലും ജീവിച്ചില്ല. ഉല്ലാസയാത്ര അടിച്ചു പിടിച്ചപ്പോഴത്തേക്ക് തകർന്നു പോയി. ചിലരുണ്ട് വിലാപയാത്ര നടത്തുന്നവരാണ്. എന്നും വിലാപം, അയ്യോ 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 അയ്യോ. അവരൊരിക്കലും സന്തോഷിക്കത്തില്ല, സ്വന്തമായിട്ട് ചിരിക്കത്ത് പോലും ഇല്ല. ചില അമ്മമാരങ്ങനെ എപ്പോഴും അയ്യം വിളിച്ചുകൊണ്ടിരിക്കും. എന്ന് തീരും ഈ കഷ്ടം മഞ്ഞിലേ, അങ്ങനെ ഒരു പാട്ടില്ലയോ? അല്ലേ? പാട്ടുകാർ പാട്ട് കഴിഞ്ഞങ്ങ് പോയോ? ഒരു പാട്ട് തൊഴിലാളികളാണ്, പള്ളിക്കാരല്ലേ? ഒരു പള്ളിക്കാരാണോ? പാട്ട് തൊഴിലാളികളാണോ? അവരെ പാടാൻ വിളിച്ചു വരുത്തിയാന്ന് എവിടുന്നേലും. നിങ്ങൾ മലയാളം മനസ്സിലായി? ഞാൻ ചുമ്മാ പ്രസംഗിക്കുന്നോ? മലയാളം ഇവരല്ല 5-6 പേര് പോകുന്ന ഞാൻ കണ്ടല്ലോ. അപ്പോഴേ അങ്ങനെ പാട്ടില്ലയോ? എന്ന് തീരും കഷ്ടമി മഞ്ഞിലേ. അങ്ങനെ ആലോചിച്ചു ചത്താ മതിയായിരുന്നു, ചത്താ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ജീവിക്കുന്നവര്. അതിന് ഏറ്റവും നല്ല മാർഗം എന്തോ? കയറാന്നോ, വരുന്നോ അതാന്നോ? ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. ജീവിതം നരകമാണ്. ഇന്ന് എൻ്റെ ജീവിതത്തില് വലിയ സന്തോഷമുള്ളൊരു ദിവസം. പുഷ്പഗിരി ആശുപത്രിയിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ ഈ ഇത്രയും വർഷത്തിനിടയിൽ ഇങ്ങനൊരു മീറ്റിംഗ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, ഒരിക്കലും കേട്ടിട്ടില്ല, ഒരിക്കലും സംബന്ധിച്ചിട്ടുമില്ല. അതുപോലൊരു മീറ്റിംഗ്. അവിടുത്തെ ഒങ്കോളജി എന്ന് പറഞ്ഞാൽ അറിയാവോ? എന്തോ ഒങ്കോളജി എന്ന് പറഞ്ഞാൽ? 10 വർഷമായിട്ട് അവിടെ ചികിത്സിച്ച് ഏതാണ്ട് ഭേദമായിട്ടുള്ള മനുഷ്യരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു. ഒരു 10-600 പേര്. അപ്പൊ ഞാനും പോയിരുന്നു. ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പൊ എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് അവിടെ പറയണമായിരുന്നു. വളരെ വ്യത്യസ്തമായ ക്യാൻസർ വന്ന് എല്ലാം തകർന്ന് തരിപ്പണമായ ഒരു വിഭാഗം ആൾക്കാർ വന്നിരിക്കുക. പക്ഷേ ആ മീറ്റിംഗ് എന്ത് രസമായിരുന്നു, എന്ത് അനുഗ്രഹീതമായിരുന്നു. ഗണേഷ് കുമാറാണ് മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അഭിനന്ദ പിതാവാണ് ഇതിന്റെ അധ്യക്ഷൻ. മാത്യു ടി തോമസ് ആയിരുന്നു അതിന്റെ അനുഗ്രഹ പ്രഭാഷണം പറഞ്ഞത്. അവരെല്ലാം പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ അതിജീവിക്കണം. നമ്മളിങ്ങനെ കരഞ്ഞു വിളിച്ചിരിക്കേണ്ടവരല്ല, നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം. എന്തു വന്നാലും മുൻപോട്ട് പോകണം. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കരുത്, മരണത്തെക്കുറിച്ച് ചിന്തിക്കരുത്, ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ശക്തമായിട്ട് ജീവിക്കണം. ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും, ക്ലേശങ്ങൾ ഉണ്ടാകും. 10ാം ക്ലാസ് തോറ്റു എന്നാൽ ചത്തേക്കാം, ചാവരുത്. അടുത്തിന് എത്ര പ്രാവശ്യം എഴുതാൻ വെക്കും? 2, 3, 4, 5 പ്രാവശ്യം എഴുത്, ഒരു കുഴപ്പവും ഇല്ല. ആർക്കാ നഷ്ടം? ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പരാജയത്തിൽ വിട്ടുകൊടുക്കരുത്, മറിച്ച് അതിജീവനത്തിന് തയ്യാറാകണം. ഇപ്പൊ മാരകമായ രോഗം വരുന്ന അധികം വലിയ കാര്യങ്ങളൊന്നുമല്ല, മനസ്സിലാവണം. അപ്പൊ ജീവിതം ഒന്നുകിൽ അതൊരു ഉല്ലാസയാത്രയാണ്, അല്ലെങ്കിൽ അതൊരു ഇത് രണ്ടുമല്ല നമ്മുടെ ജീവിതം. പിന്നെന്തോ നമ്മുടെ ജീവിതം? നമ്മുടെ ജീവിതം തീർത്ഥയാത്രയാണ്. എന്തോ നമ്മുടെ ജീവിതം? തീർത്ഥയാത്രയാണ്. നമുക്ക് പാട്ട് പാടാം, ഇല്ലയോ? സിയോൻ സഞ്ചാരി ഞാൻ,
മോക്ഷയാത്രയാണിത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. മോക്ഷയാത്രയാണിത്, കാഴ്ചയാലെയല്ല. കാഴ്ചകൾ വന്നിടും വേളയിൽ മതി. എത്ര വിശ്വാസമുണ്ട്? വീഴ്ചകൾ താഴ്ചകൾ എന്തു വരുമ്പോഴും ആര് താങ്ങും? ദോഷമായിട്ടൊന്നും എന്റെ ദൈവം എന്നോട് ചെയ്യത്തില്ല. അപ്പൊ നമ്മുടെ യാത്ര എങ്ങനെ നടത്തണം? തീർത്ഥാടനമായിട്ട് നടത്തണം. ആ തീർത്ഥാടനം ആരുടെ പുറകെ പോകണം? വല്ലവന്റെയും പുറകെ പോരുത്. സിനിമ നടന്മാരുടെ പുറകെ പോരുത്. ക്രിക്കറ്റ് കളിക്കാരുടെ പുറകെ പോരുത്. വല്ല അണ്ടറിന് കൂടെ പോരുത്. പിന്നെ ആരുടെ കൂടെ പോകണം? കുരിശിന്റെ പുറകെ പോകണം. ഇതിനെ നോക്കിയുള്ള യാത്ര, കാൽവരിയിലേക്ക് നോക്കിയുള്ള യാത്രയാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? എന്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നവൻ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരണം. ഇത് ഇട്ടുകൊടുത്ത് കഴുത്തേറ്റ് കൊടുക്കാൻ നല്ല സുഖമാണ് അല്ലേ? കുരിശ് വരയ്ക്കാനും സുഖമാണ്. പക്ഷെ ജീവിതത്തിലെ കുരിശ് വരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണമെങ്കിൽ ചങ്കൂറ്റം വേണം. ചങ്കൂറ്റുള്ളവർക്ക് മാത്രം പറഞ്ഞിരിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. നിങ്ങൾ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി ഈ പ്രദേശത്തോട് മുഴുവൻ വലിയൊരു സന്ദേശം നൽകാൻ പോകുകയാണ്. വലിയൊരു സന്ദേശമാണ് നിങ്ങൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴത്തെ യാത്രയാണ് ഇത്. ഭക്തി നിർഭരമായിട്ട് ചെയ്യേണ്ട ഒരു യാത്രയാണ്. പ്രാർത്ഥനയോട് ചെയ്യേണ്ട ഒരു യാത്രയാണ്. നിങ്ങളെ കാണുന്നവർക്ക് കർത്താവിന്റെ കുരിശിന്റെ പുറകെ പോകുന്ന ഒരു അനുഭവം ഉണ്ടാകണം. ഉല്ലാസയാത്ര പോകുന്നില്ല, നിങ്ങൾ തോളെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞ് കിന്നരവും പഠിച്ച് അങ്ങനെയല്ല. ഒരു മെഴുകുതിരി എടുത്ത്, ഒരു കൊടയെടുത്ത്, ഒരു കുരിശെടുത്ത് കർത്താവിന്റെ കൂടെ പ്രാർത്ഥനാ നിർഭരമായിട്ട് യാത്ര നടത്താൻ നിങ്ങളെ കൊണ്ട് ഇത് ജീവിതത്തിന്റെ യാത്രയുടെ ഒരു കൊച്ചു പതിപ്പാണ് നിങ്ങൾ ഇപ്പോൾ നടത്താൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നിങ്ങൾ നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതം ഉല്ലാസയാത്രയാണെങ്കിൽ നിങ്ങളുടെ വർത്താനവും പറഞ്ഞ് താളമൊക്കെ വെച്ച് നടക്കും. നിങ്ങളുടെ ജീവിതം എന്താ യാത്രയാ? വിലാപയാത്രയാണെങ്കിൽ നിങ്ങൾ ഓങ്ങിയും താങ്ങിയും അയ്യോ അയ്യോ നടക്കാം, അയ്യോ നടുവേന എന്ന് പറഞ്ഞ് നടക്കും. നിങ്ങളുടെ ജീവിതം തീർത്ഥയാത്രയാണെങ്കിൽ നിങ്ങൾ ചങ്കുരത്തോടെ കുരിശന്റെ പുറകെ നല്ല ആവേശത്തോടു കൂടി. പണ്ട് നമ്മള് ക്രിസ്തുരാജ തിരുനാൾ നടത്തുവാറ്, ഇപ്പൊ നടത്തത്തില്ല. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഓർക്കുന്നു കൊച്ചു പിള്ളേർ ക്രിസ്തുരാജ ക്രിസ്തുരാജൻ അപ്പോൾ ഉറക്ക വിളിക്കായിരുന്നു, ക്രിസ്തുരാജൻ ജയിക്കട്ടെ. ആവേശമായിരുന്നു എന്ന് പറഞ്ഞാൽ ആവേശത്തോടു കൂടി ഇവിടെ കർത്താവിന്റെ പുറകെ, യേശുവിന്റെ കുരിശിന്റെ പുറകെ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് അഭിമാനത്തോടുകൂടി ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയണം, ക്രിസ്തു ഏക രക്ഷകൻ, ക്രിസ്തു ഏക, അവനിലൂടെ മാത്രമേ എന്തുള്ളൂ? രക്ഷയുള്ളൂ. വേറെ ഒരുത്തരിലും രക്ഷയില്ല. ഹൃദയത്തിൽ വിശ്വസിക്കുകയും മധുരം കൊണ്ട് ഏറ്റുപറയുന്നവൻ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കാൻ മാത്രം പോരാ, ഏറ്റുപറയണം. ഏറ്റുപറയുന്ന സമയമാണിത്, സാക്ഷ്യം നൽകുന്ന സമയമാണ്. നിങ്ങളുടെ സാക്ഷ്യം എതിർ സാക്ഷ്യമാകരുത്, ദുർസാക്ഷ്യമാകരുത്, മറിച്ച് യഥാർത്ഥ സാക്ഷ്യം, ക്രിസ്തുവിന്റെ യഥാർത്ഥ സാക്ഷ്യമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കണം. ആദിമകാലത്ത് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് പേരെ രക്തസാക്ഷികളായിട്ട് മരിച്ചു. കൈ വെട്ടിക്കളഞ്ഞു, കാല് വെട്ടിക്കളഞ്ഞു, തല വെട്ടിക്കളഞ്ഞു, എണ്ണയിലിട്ട് പൊരിച്ചു, തീ കൊടുത്ത് കത്തിച്ചു. ആവേശത്തോടെ അവർ ഏറ്റു പറഞ്ഞു യേശു എന്ന ഏകരക്ഷകനെ കുറിച്ച്. നമുക്കിതിന്റെ പ്രയാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മത്തോടുകൂടി ഞാൻ എൻ്റെ യാത്ര ക്രിസ്തുവിലേക്കുള്ള യാത്രയാണ്, മോക്ഷയാത്രയാണിത്. ഞാൻ നടപ്പത് കാഴ്ചയാലെ അല്ല, പിന്നെ നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ സാക്ഷികളായിക്കൊണ്ട് ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാകട്ടെ ഞാൻ പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ ഒരു തീർത്ഥയാത്രയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. അത് പറഞ്ഞാൽ നിർത്തിയേക്കാം. രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, കണ്ണും പൂട്ടി ദൈവത്തെ വിശ്വസിക്കണം, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കണം. നിന്റെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര എളുപ്പം. ഇപ്പൊ ഇവിടെ ഒരു ആരാധന ഒക്കെ ധരിച്ച് ഇവിടെ വന്നിരുന്ന് ഒരു ദിവസം മുഴുവൻ പച്ചവെള്ളം പോലും കുടിക്കാതെ യേശുവേ സ്തോത്രം 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 യേശു നന്ദി എന്ന് പറയും ഇവിടെ ഇരിക്കാൻ എളുപ്പമാണ്. ഒരു പ്രയാസമില്ല. ഉണ്ടോ? അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താണ്? സഹോദര സ്നേഹമാണ്. ദൈവസ്നേഹത്തിന്റെ അടിസ്ഥാനം സഹോദര സ്നേഹമാണ്. കർത്താവ് പറഞ്ഞു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതാണ്. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും. ഇപ്പൊ ദൈവത്തിന്റെ സ്നേഹം നിനക്കുണ്ടോ എന്ന് അറിയണമെങ്കിൽ
നിന്റെ സഹോദര സ്നേഹം അന്വേഷിച്ചാൽ മതി. വീട്ടിൽ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ, ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, സഹോദരങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ, അയൽക്കാരെ സ്നേഹിക്കുന്നുണ്ടോ? ചത്താലും, അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചത്താലും ഞാൻ മിണ്ടത്തില്ല, ചത്താലും ഞാൻ അങ്ങോട്ട് കയറത്തില്ല. ഞങ്ങളും അവരുമായിട്ട് യാതൊരു ബന്ധവും. ചത്ത എവിടെ പോയി കിടക്കും? നിത്യ നരകത്തിൽ പോയി കിടക്കും. ഒരു സംശയം ആർക്കും വേണ്ട. സഹോദര സ്നേഹമില്ലാത്തൊരു ക്രിസ്ത്യാനി ഇല്ല. ഉറപ്പിച്ച് വിശ്വസിച്ചോ, സഹോദര സ്നേഹമില്ലാത്ത ഒരു ക്രിസ്ത്യ അല്ല. അപ്പൊ ഈ പെരുന്നാൾ, നാളത്തെ പെരുന്നാൾ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാളാണ്. അമ്മ ഉത്ഭവത്തിൽ തന്നെ പാപരഹിതയായി ജീവിച്ചു. അവൾ പാപമില്ലാത്തതായി വളർന്നു, അവൾ പാപമില്ലാത്തവളായി മരിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം മാമോദീസായിലൂടെ നമ്മുടെ പാപം മുഴുവൻ കഴുകി തന്നു. നമുക്കൊരു വിശുദ്ധീകരണം നമുക്ക് ആവശ്യമുണ്ട്. നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ അടിസ്ഥാനമാണ് സഹോദര സ്നേഹത്തിൽ ജീവിക്കാം. നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും നമ്മുടെ കൂട്ടായ്മയിലുള്ളവരുടെയും നമ്മുടെ അയൽക്കാരെ എല്ലാം സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കാം. നന്മ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടും, ഒരുപാട് അവസരങ്ങൾ കിട്ടും. ആ അവസരങ്ങളിൽ കണ്ണടയ്ക്കരുത്, കാതടയ്ക്കരുത്, കൈയടയ്ക്കരുത്. കണ്ണും കാതും കൈയും ഒക്കെ തുറന്ന് നന്മ ചെയ്യുവാനുള്ള നല്ല മനസ്സോടുകൂടി ജീവിക്കണം. മറ്റുള്ളവരുടെ രോദനങ്ങൾ കേൾക്കുവാൻ, മറ്റുള്ളവരുടെ കണ്ണുനീരൊക്കെ ഒപ്പാൻ, മറ്റുള്ളവരെ താങ്ങിയെടുക്കാൻ ഒക്കെ നമുക്ക് നമ്മുടെ കൈയും കണ്ണും കാതും ഒക്കെ തുറന്ന് ജീവിക്കുവാൻ അവൻ ചത്തോ കൊള്ളാം എന്ന് പറയുന്ന ഒരു സ്വഭാവമല്ല. കരയുന്നവരോടത്ത് കരയാൻ നമുക്ക് കഴിയണം, ദുഃഖിക്കുന്നവരോടത്ത് ദുഃഖിക്കാൻ നമുക്ക് കഴിയണം. ആവശ്യക്കാരന്റെ മുമ്പിൽ ആവശ്യത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അതായത് ക്രിസ്തു ചുറ്റി നടന്ന് നന്മ ചെയ്ത് ജീവിച്ചു, ചുറ്റി നടന്ന് നന്മ ചെയ്ത് ജീവിച്ചു. നാം കൊച്ചു 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 ക്രിസ്തുക്കളാണ്. കിട്ടുന്ന അവസരങ്ങൾ ഒന്നും നഷ്ടപ്പെടുത്താതെ നന്മ ചെയ്ത് ജീവിക്കുവാൻ പരിശ്രമിക്കുക. സഹോദര സ്നേഹത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക. അതുവഴി നിരന്തരമായ ദൈവസ്നേഹത്തിന്റെ ഉടമകളായി തീരുവാൻ ശ്രമിക്കുക. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ പരിശ്രമിക്കുക. അങ്ങനെ തിരുനാൾ കഴിയുമ്പോൾ നമുക്ക് എവിടെത്താൻ സാധിക്കും? മരിച്ചാൽ ഞാൻ എവിടെ എത്തും? സംശയം വേണ്ട, എവിടെ എത്തും? സ്വർഗത്തിലെത്തും. സ്വർഗത്തിലെത്തണം. പിതാവ് അനുഗ്രഹിക്കപ്പെട്ടവരെ വിളിക്കണം. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വിളിക്കണം. ഈ ലോകത്തിലെ അനുഗ്രഹ തീജമല്ല. നമ്മളെ അയൽക്കാർ നമ്മൾ പറയാണ്, നീ ഒരു നാശമാടി, നീ ഒന്ന് ചത്താ മതിയെന്ന് പറഞ്ഞാൽ ദൈവം പറയുമോ നീ ഒരു അനുഗ്രഹമാണെന്ന് പറയുമോ? പറയത്തില്ല, ഒരിക്കലും പറയത്തില്ല. ജനം പറയാണ് ഇവൻ്റെ അനുഗ്രഹമാണെന്ന് പറഞ്ഞാൽ സ്വർഗവും പറയും നമ്മളൊരു അനുഗ്രഹമാണെന്ന്. നമ്മെ സ്വർഗം അനുഗ്രഹിക്കപ്പെട്ടവരാകട്ടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ റാസ നിങ്ങൾ ഇറങ്ങുമ്പോൾ ഭയഭക്തിയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, ദൈവിക ചൈന്യത്തോടുകൂടി, വിശ്വാസത്തോടി, പ്രത്യാശയോടുകൂടി, എല്ലാവരും ദൈവസ്നേഹത്തോടുകൂടി ത്യാഗം സഹിച്ചുകൊണ്ട് ഈ കുരിശിന്റെ പുറകെ പോകുവാൻ നിങ്ങൾക്കിടയാകട്ടെ. വലിയൊരു തീർത്ഥാടനമായി മാറട്ടെ. ജീവിതത്തിന്റെ വലിയ പരിശുദ്ധ അവസരമാക്കി തീർക്കുവാൻ നമ്മൾ ഇടയാകട്ടെ. ഈ പ്രദേശവാസികളെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് അവർക്കെല്ലാം കൃപകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഈ റാസത്ത് പൂർണ്ണമാക്കുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ. ഇവിടെ വരുവാന് നിങ്ങളോടത്തെ സന്ധ്യ ചെലവഴിക്കുവാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്ന